ന്യൂസ് അപ്പ് മലയാളത്തിലേക്ക് സ്വാഗതം. ഈ പുതിയ ചാനൽ നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും ലഭിക്കുന്ന നിരവധി സർക്കാർ ആനുകൂല്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് നൽകുന്നത്. ഭവന പദ്ധതികളായാലും വാഹനങ്ങൾ വാങ്ങുന്നതിനുമുള്ള ധനസഹായമായാലും സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെയുള്ള ധനസഹായങ്ങൾ ആയാലും എല്ലാം തന്നെ ഈ ചാനലിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. വിവിധ ക്ഷേമ പെൻഷനുകൾ അപേക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ഇതെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ഫോളോ ചെയ്യുകയും വേണം. ഇന്ന് കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ വനിതകൾക്ക് ഓട്ടോറിക്ഷ വാങ്ങി നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിവരമാണ് നൽകുന്നത്. ഈ പദ്ധതിയുടെ പേര് സമുന്നതി ഈ യാത്ര എന്നാണ്. വനിതകൾക്ക് ഇലക്ട്രിക് ഓട്ടോ വാങ്ങുന്നതിനാണ് സബ്സിഡി നിരക്കിലുള്ള ഈ ആനുകൂല്യം നൽകുന്നത്. മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ മുന്നോക്ക സമുദായത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സംസ്ഥാനത്തെ മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളുടെ തൊഴിൽ, വരുമാനം എന്നിവയ്ക്ക് വേണ്ടിയാണ് ഈ സമുന്നതി ഈ യാത്ര എന്ന പേരിലുള്ള ഇലക്ട്രിക് ഓട്ടോ വാങ്ങുന്ന സ്കീം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനുള്ള അപേക്ഷാ ഫോറവും വിശദ വിവരങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് www.kswcfc.org എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ ബന്ധപ്പെടാനുള്ളത്. ഫോൺ നമ്പർ ഞാൻ അവസാനം പറയാം. ഈ പറഞ്ഞ വെബ്സൈറ്റും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്, അത് കാണുകയും ചെയ്യാം. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, 40% സബ്സിഡി ലഭിക്കും. അതായത് 1,00,000 രൂപ വരെ നിങ്ങൾക്ക് സബ്സിഡിയായി കിട്ടും. സബ്സിഡി എന്ന് പറഞ്ഞാൽ ഈ തുക നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടതില്ല. ഇലക്ട്രിക് ഓട്ടോറിക്ഷയ്ക്ക് വരുന്ന തുക നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനും കഴിയും. അത് ഈ കേരള സംസ്ഥാന മുന്നോക്ക സമുദായ കോർപ്പറേഷനുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്കുകളുണ്ട്. ആ ബാങ്കുകളിൽ നിന്ന് ബാക്കി തുക, അതായത് 1,00,000-ൽ കൂടുതൽ വരുന്ന തുക ലോണായി കിട്ടുകയും ചെയ്യും. ഓർക്കുക, 1,00,000 രൂപ സൗജന്യമായി തന്നെ ഈ സമുദായ കോർപ്പറേഷൻ തരുകയും ചെയ്യും. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 4,00,000 രൂപയിൽ കൂടാതിരുന്നാൽ മതി. 50 വയസ്സുവരെ ഉള്ളവർക്ക് ഈ ആനുകൂല്യത്തിന് അപേക്ഷ നൽകാം. ഒന്നും കൂടി ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം, ഇതിൽ ഈ ഏറ്റവും കൂടുതൽ മുൻഗണന കിട്ടുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീകൾക്കായിരിക്കും. ഓട്ടോറിക്ഷ ലൈസൻസ് അപേക്ഷക ആയ സ്ത്രീക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ലൈസൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ ഈ ഫോറം പൂരിപ്പിച്ച് നൽകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു ഡിക്ലറേഷൻ വെച്ചാൽ ചിലപ്പോൾ ഇത് അംഗീകരിക്കപ്പെടാനും സാധ്യതയുണ്ട്. കാരണം ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ലൈസൻസ് പല സ്ത്രീകൾക്കും ഇല്ല എന്നുള്ളത് കൊണ്ട് അപേക്ഷിക്കുന്നവർക്ക് ചിലപ്പം സമയം നൽകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോൺ നമ്പർ ഇനി ഞാൻ പറയാം. തിരുവനന്തപുരം കോഡായ 0471 23 11 215 2311 വാട്സാപ്പ് നമ്പർ 6238170312 എന്നുള്ളതാണ്. ഈ കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ L2 കുലീന TC 9476 ജവഹർ നഗർ, കവടിയാർ PO, തിരുവനന്തപുരം 3 എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്രസ്സ്. ഒരു കാര്യം കൂടി അവസാനം ഓർമ്മിപ്പിക്കാം. ഇതിന് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അടുത്ത മാസം 10-ാം തീയതിയാണ്. 10/10/2025 കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമല്ലോ. ഇതുപോലുള്ള പല സാമ്പത്തിക ആനുകൂല്യങ്ങളും ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാകും. ഓരോ ദിവസവും ഇടവിട്ട് ഈ ചാനലിൽ ഇതുപോലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.